وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെപ്പറ്റി ഓർത്തും മരണശേഷം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണിനെ പറ്റി ആലോചിച്ചും ഉടുതുണിയില്ലാതെ നഗ്നപാതരായി ജീവിതത്തിൻ്റെ കണക്ക് റബ്ബിനോട് പറയണം എന്ന ബോധം നിലനിർത്തിയുമൊക്കെ ജീവിക്കണമെന്ന് ഒറ്റവാക്കിൽ എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് KNM കണ്ണൂർ ജില്ലാ സാരഥി ഇസ്ഹാഖ് അലിക്ക് ചെറിയൊരു അപകടം പറ്റി അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദ്ഗാഹിൽ ഒരു കലക്ഷൻ പ്രവാചകന്റെ സുന്നത്താണ്. അത് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഒരു മാസത്തെ അതികഠിനമായ ട്രെയിനിങ്ങിലായിരുന്നു ഞാൻ നിങ്ങളും ഉണ്ടായിരുന്നത്. ശക്തമാണ് ആ ട്രെയിനിങ്. അതിൻ്റെ ഫലം ഇനി പുറത്തു വരേണ്ടത് ശേഷമുള്ള ജീവിതത്തിലാണ്. ഒരു മനുഷ്യന്റെ അമല് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് മനസ്സിലാവല് ആ അമല് ചെയ്തതിന് ശേഷമുള്ള ജീവിതത്തിൽ നിന്നാണ്. ഒരു വാഴ നമ്മൾ നട്ട് അതിന് വളമിട്ട് കൊടുത്താൽ ആ വളം വാഴക്ക് പിടിച്ചോ ഇല്ലേ എന്നറിയല് വളമിട്ടതിന്റെ ശേഷമുള്ള വാഴന്റെ വളർച്ച നോക്കിയിട്ടാണ്. ഒരു രോഗിക്ക് മരുന്ന് കൊടുത്താൽ ആ മരുന്ന് ഫലിച്ചോ ഇല്ലേ എന്നറിയല് മരുന്ന് കൊടുത്തതിന് ശേഷമുള്ള രോഗിയുടെ അവസ്ഥ പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ റമളാനിലെ ട്രെയിനിങ്ങിനേക്കാൾ ഭീകരം, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രയാസം, അല്ല അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഈ റമളാനിൽ നമുക്ക് കിട്ടിയ ഈ സംസ്കരണം, ബോധം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നതാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട്. വൈകുന്നേരം വരെ ചകിരി പിരിച്ച് കയറുണ്ടാക്കി വൈകുന്നേരം അതിന്റെ പിരി ഉടച്ചു കളഞ്ഞ ഒരു പെണ്ണിനെ പറ്റി ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചു, തറാവീഹ് നമസ്കരിച്ചു, ജമാഅത്ത് നമസ്കാരം ശ്രദ്ധിച്ചു, ഖുർആനുമായി ബന്ധപ്പെട്ടു, പരമാവധി തെറ്റിൽ അകന്നു, പരമാവധി നന്മയിൽ സഹകരിച്ചു. എന്നിട്ട് പെരുന്നാൾ ദിവസം മുതൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പെണ്ണിനെ പോലെ വലാ തകൂനൂ കല്ലത്തി നഖദത ഗസലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഖുർആൻ പറഞ്ഞു, ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്ന്. വ്യക്തിപരമായി റമളാൻ നമ്മെ സംസ്കരിച്ചിട്ടുണ്ട്, കുടുംബപരമായി സംസ്കരിച്ചിട്ടുണ്ട്, സാമൂഹിക തലം സംസ്കരിച്ചിട്ടുണ്ട്. വ്യക്തി എന്നുള്ള നിലക്ക് നന്മയോട് ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട്. നമ്മൾ തിന്മയിൽ നിന്ന് നമ്മൾ സ്വയം തന്നെ വിട്ടുനിന്നിട്ടുണ്ട്.
ഒരു 24 മണിക്കൂറും അല്ലാഹ് എന്ന ചിന്ത പലപ്പോഴും നമ്മെ പിടികൂടിയിട്ടുണ്ട്. ദീർഘമായി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്, ഇബാദത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ് പള്ളിയുമായി ബന്ധപ്പെടുത്താൻ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദീനീ സദസ്സുകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, പരമാവധി സദഖ നമ്മൾ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ട്രെയിനിങ് ആണ് ഇത്. വ്യക്തിതലത്തിൽ നിലനിർത്താൻ സാധിക്കണം. കുടുംബ തലത്തിൽ എന്താ സംഭവം? കൂടെ ഇരുന്ന് അത്താഴം കഴിച്ചു, കൂടെ ഇരുന്ന് നോമ്പ് നോറ്റു, നോമ്പ് തുറന്നു, കൂടെ പള്ളിയിൽ പോയി, കൂടെ എഴുത്തിക്കാഫിരുന്നു, കൂടെ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു. ഇത് കുടുംബപരമായ ഒരു സംസ്കരണമാണ്. സാമൂഹിക തലത്തിൽ ഫിത്ർ സക്കാത്തിലൂടെ പാവങ്ങളെ സഹായിക്കുന്നതിലൂടെ ഒരു സാമൂഹിക തല സംസ്കരണവും റമദാനിൽ നടന്നിട്ടുണ്ട്. ഇതര സമുദായവുമായി നമ്മൾ കൈകോർത്തു. നമ്മുടെ ഇഫ്താറുകളിൽ നമ്മുടെ സഹോദരങ്ങൾ സ്നേഹത്തോടെ പങ്കെടുത്തു, സ്നേഹം പങ്കിട്ടു. അങ്ങനെ വ്യക്തിതലത്തിലും കുടുംബ തലത്തിലും സാമൂഹിക തലത്തിലും ഇതര മതസ്ഥർക്കും ഒക്കെ ഈ റമദാൻ ചെലുത്തിയ സ്വാധീനം വമ്പിച്ചതാണ്. അത് നിലനിർത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഇടയിലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന നനവുള്ള ഓർമ്മകളായി ഗസയിലെയും ഫലസ്തീനിലെയും മുസ്ലിങ്ങൾ ഈ റമദാൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പല പള്ളികളിലും ദീർഘമായിട്ട് അവർക്ക് പ്രാർത്ഥന നടന്നിട്ടുണ്ട്, വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായി? ഒരു മുസ്ലിം എന്നത് ഈ ലോകത്തെ മുസ്ലിങ്ങൾ ഒരു ശരീരം പോലെയാണ് എന്നും ആ ശരീരത്തിന് എവിടെയെങ്കിലും കേടുപാട് സംഭവിച്ചാൽ മറ്റ് ഭാഗങ്ങൾ അതിനോട് താദാത്മ്യം പ്രാപിക്കുന്നത് പോലെ, അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് പോലെ വിശ്വാസി സമൂഹം വേദനിക്കുന്ന സമൂഹത്തിന്റെ കൂടെ നിൽക്കാനും ഈ റമദാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തലങ്ങളൊക്കെ ഇനിയുള്ള ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കണം. 1. 2, റമദാൻ നമ്മോട് ചോദിക്കുന്ന തീക്ഷ്ണമായ ഒരു ചോദ്യമുണ്ട്. ഇന്നലെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കോഴിക്കോട് കാപ്പാടിയിൽ മാസം കാണുമ്പോ, ഈ റമദാൻ നമ്മൾ യാത്രയാക്കുമ്പോ ആ റമദാന്റെ കയ്യിൽ 2 ലിസ്റ്റ് ഉണ്ട് സഹോദരന്മാരെ. നമ്മെ ഉറക്കം കെടുത്തേണ്ട ലിസ്റ്റാണത്. 1 സ്വർഗത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ്, 2 നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ്. നമ്മുടെ പേര് ഏത് ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് എന്ന ഒരു ചോദ്യം ഈ സന്തോഷത്തിന്റെ അടക്കം ഒരു ചെറിയ ഏനക്കേട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാക്കേണ്ടതില്ലേ? ഒരു നോമ്പ് നോറ്റാൽ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ 70 കിലോമീറ്റർ നരകത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടുമെങ്കിൽ 2100 കിലോമീറ്റർ നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തെ അകറ്റുവാൻ ഈ 30 ഈ 29 നോമ്പിലൂടെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ തീഷ്ണമായ ഒരു ചോദ്യമാണ്. സഹോദരങ്ങളെ, റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കരിച്ചു കളയുന്ന. എന്തിനാ കരിക്കേണ്ടത്? പാപത്തെ. ഏതൊരു റബ്ബിന്റെ മുമ്പിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവാൻ കവാടത്തിൽ ഒരു പെണ്ണ് കാത്തു നിൽക്കുന്നു. ശ്രദ്ധിച്ചില്ല, അദ്ദേഹം വീട്ടിൽ കയറിപ്പോയി. പെണ്ണുങ്ങൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നിങ്ങളെ കാത്തിട്ട് ഒരുപാട് സമയമായിട്ട് ആ പെണ്ണാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാത്തത്? വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്താ സഹോദരി, എനിക്ക് തൗബ ഉണ്ടോ? എന്താ നീ ചെയ്ത തെറ്റ്? ഞാൻ വ്യഭിചാരിണിയാണ്, പ്രസവിച്ചു, ആ കുട്ടിയെ കൊന്നു, ശരീരം മറ്റൊരു പുരുഷനുമായി പങ്കുവച്ചു, ഗർഭിണിയായി കുട്ടിയെ പ്രസവിച്ചു, അതിലെ ചോര പൈതലിനെ ഞാൻ കൊന്നുകളഞ്ഞു, എനിക്ക് തൗബയുണ്ടോ? ഓടുന്നത് നിനക്ക് തൗബയോ? ഇല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഈ പെണ്ണ് വിലപിച്ചുകൊണ്ട് നടന്നുപോയി. പള്ളിയിൽ വന്ന് പ്രവാചകനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞു. റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ താങ്കൾക്ക് എന്ത് പറ്റി? മാലക യാ അബൂ ഹുറൈറ, എന്താണ് താങ്കൾ ആ മറുപടി പറയാൻ കാരണം? സൂറത്തുൽ നിസാ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടില്ല? 16-ാമത്തെ ആയത്ത് സൂറത്തുൽ നിസാ താങ്കൾ എന്റെ നാവെന്ന് പഠിച്ചതല്ലേ? എന്റെ നാവെന്ന് കേട്ട് കാണാതെ പഠിച്ചതല്ലേ? അതിലെ 16-ാം ആയത്ത് അബൂ ഹുറൈറ താങ്കൾ മറന്നുപോയോ? എന്താ? വഇൻ താബാ വഅസ്ലഹ ഫഅരിദു അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ. വ്യഭിചരിച്ചട്ടെ, ഗർഭിണിയാവട്ടെ, കൊന്നുകളയട്ടെ, തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ രണ്ടുപേരും വന്നാൽ അവർക്കെതിരെ ഒരു പ്രതികാര നടപടിയും പാടില്ലെന്നും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും ആയത്ത് എന്റെ താങ്കൾക്ക് ഓർമ്മ പറഞ്ഞത് ചോദിച്ചപ്പോ അബൂ ഹുറൈറ പുറത്തേക്ക് ഓടി. ആ പെണ്ണിനെ അന്വേഷിച്ചു പോയി. രാത്രിയുടെ അന്ത്യാമത്തിലാ കിട്ടിയത്. ആ പെണ്ണിനോട് പറഞ്ഞു, സഹോദരി നിനക്ക് തൗബയുണ്ട്. ഈ തൗബ വെച്ച് നീട്ടുന്ന റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിലെ പാകപ്പോൾ എടുത്തു പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ, കരിച്ചു കളയാൻ ഈ നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും സാധിച്ചു പോ? 29 ദിവസം കൊണ്ട് ചോദിക്കേണ്ടതില്ലേ? 99 ആളെ കൊന്നവൻ തൗബയുണ്ടോ എന്ന് ചോദിച്ചു ഒരു പണ്ഡിതരെടുക്കൽ ചെല്ലുന്നു.
99 ആളെ കൊന്നവന് തൗബേ ഇല്ല, അയാളെയും കൊന്നു. 100 തികച്ചില്ലേ? ഈ 100 കൊന്നവനെ പുറത്തു കൊടുത്ത റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ അലക്കിക്കളയാൻ സഹോദരങ്ങളെ റമദാന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾക്ക് സാധിച്ചോ എന്ന് ധീരമായി ചോദിക്കേണ്ടതില്ലേ? പ്രവാചകന്റെ മുമ്പില് നിക്കാബ് കെട്ടൊരു പെണ്ണ്, മുഖം മറച്ചൊരു പെണ്ണ്, പ്രവാചകൻ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞിട്ടും അനുസരിക്കുക. ആരാന്നറിയോ? ഉഹുദ് രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു, നെഞ്ചു പിളർന്ന് കരള് പുറത്തെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദ് എന്ന പെണ്ണ്. മുസ്ലിമായില്ലേ? പ്രവാചകൻ അനുസരിച്ചില്ലേ? അള്ളാഹു കൊടുത്തില്ലേ? ഹിന്ദിന് പുറത്തു കൊടുത്ത റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചുവോ? എങ്കിലല്ലേ റമദാൻ എന്ന പദത്തോട് നമുക്ക് നീതി കൊടുത്തിടാൻ കഴിയുള്ളൂ. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യൻ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തു. എന്താ വിഷയം? അയാളെ വീടിന്റെ അടുത്തുള്ള പബ്ലിക് റോഡ്, അയാളെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് ഒരു കൊമ്പ് ആ പബ്ലിക് റോഡിലേക്ക് ചാന്നിട്ട് പോണവർക്കൊക്കെ ഒരു തടസ്സം. മഴ പെയ്താൽ അതിന്റെ വെള്ളക്കോല മേത്താവുക, അതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റണില്ല, വാഹനം പോകുമ്പോൾ മേത്തി ചളിയാവുക. ഇയാൾ എന്ത് ചെയ്തു? അതാണ്ട് മുറിച്ചു. മരമല്ല മുറിച്ച കിട്ടോ, കൊമ്പ്. ഒരു കൊമ്പ് മുറിച്ചിട്ട് ജനങ്ങളെ വിഷമാണ്ട് തീർത്തു. അള്ളെന്ത് കൊടുത്തു? സ്വർഗം കൊടുത്തു. ചോദിക്കട്ടെ, ഈ 29 ദിവസത്തിനിടക്ക് ഏതെങ്കിലും ഒരു മനുഷ്യനെ വ്യക്തിപരമായി സമീപിച്ച് അയാൾ ഒരു പ്രയാസം മാറ്റി ഈ റബ്ബിന്റെ മുമ്പിൽ പരലോകത്തെ പ്രയാസത്തെ നീക്കിക്കളയാൻ സാധിച്ചോ ഇല്ലെന്ന് ചോദിക്കണ്ടേ സഹോദരന്മാരെ നമ്മളോട്? ആലോചിച്ച് നോക്കിങ്ങൾ. ഒരു മനുഷ്യൻ അയാൾ ഇഷ്ടം പോലെ കടം കൊടുക്കും, നല്ലൊരു മനുഷ്യനാണ്. കടം കൊടുത്താൽ എന്താ കൂലി? പകുതി സദക്ക കൊടുത്ത കൂലിയാ. കടം കൊടുത്താൽ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് എഴുതി വെക്കും, സാക്ഷിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ അയാളോട് കടം വാങ്ങിയെങ്കിൽ ഞാൻ തരേണ്ട ഡേറ്റിന്റെ തലേ ദിവസം അയാളെ മകൻ എന്റെ വീട്ടിൽ അയക്കും. വാപ്പരുടെ പൈസ നാളെ എനിട്ടൊന്ന് ഓർമ്മാക്കാൻ വന്നതാ. അങ്ങനെ പറയാൻ പോകുന്ന മകനോട് വാപ്പ പറയാണ്, മൂപ്പർക്ക് എന്തേലും വിഷമുണ്ടെങ്കിലേ ഒരു 2 ആഴ്ച കൂടി നീട്ടി കൊടുത്താലട്ടോ എന്ന് പറയും. ഇപ്പറഞ്ഞതിന്റെ പേരിൽ മരണം മുതൽ സ്വർഗപ്രവേശനം വരെ എല്ലാ പ്രയാസവും അല്ലാഹു നീക്കി കൊടുത്തു, അയാൾക്ക് സ്വർഗം കൊടുത്തു. നമ്മക്കൊരു മനുഷ്യന്റെ ഒരു വിഷമം മാറ്റി കൊടുക്കാൻ ഈ റമദാന് സാധിച്ചിട്ടുണ്ടോ? അതല്ലേ ഷഹറുൽ മുവാസാത്ത് എന്ന പദത്തോടുള്ള നീതി? അതല്ലേ സഹോദരന്മാരെ പരസ്പര സഹായത്തിന്റെ മാസമാണ് റമദാൻ എന്ന പദത്തോടുള്ള നീതി? ഒരു മനുഷ്യന്റെ പ്രയാസം, ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ, ഒരാളുടെ പ്രയാസം നീക്കാൻ നമ്മൾക്ക് സാധിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കണം. ഷഹറുൽ ഖുർആൻ, ഖുർആന്റെ മാസമായിരുന്നു. എന്താ ഖുർആന്റെ പ്രത്യേകത എന്നറിയോ? ചില ആളുകള് ഖബറിന് നീറ്റ് വരുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തിക്കാം. മൂപ്പര് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, നീറ്റ് വരുന്നവർക്ക് ഒരു ഡ്രസ്സും ഇല്ല, നഗ്നരാ. പക്ഷെ കാത്തിക്കണ മനുഷ്യൻ നല്ല ഡ്രസ്സ്, സുന്ദര കുട്ടപ്പന. സലാം പറഞ്ഞു, നിങ്ങൾ ഇന്നറിയോ? പരിചയമില്ലല്ലോ. ഞാനാണ് നിങ്ങളെ കൂട്ടുകാരനായ ഖുർആൻ. ആര് കൂട്ടുകാരൻ? ആര്? ഖുർആൻ. മൊബൈലാണോ കൂട്ടുകാരൻ? ഖുർആനാണോ? നിങ്ങളെ കൂട്ടുകാരനായ ഖുർആൻ ഞാനാണ്. താങ്കൾ രാത്രി ഓതിയില്ലേ? പകലോതിയില്ലേ? ആയത്തിന് അർത്ഥം പഠിച്ചില്ലേ? ഓർത്ത് കരഞ്ഞില്ലേ? റബ്ബിനോട് ദ്വാർന്നില്ലേ? അവർക്കുള്ള പ്രതിഫലം എന്താ അറിയോ? അള്ളാന്റെ പ്രത്യേക ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നത് അവർക്ക് സ്വർഗത്തിൽ. ചോദിക്കട്ടെ, ഈ 30 ദിവസം കൊണ്ട് ഖുർആൻ ഓതിയും ഹിഫ്ദ് ചെയ്തും അർത്ഥം പഠിച്ചും തദബ്ബുർ ചെയ്തും ഖബർ മുതൽ സ്വർഗപ്രവേശനം വരെ ഖുർആൻ നമ്മുടെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരനായി മാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതില്ലേ? എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഷഹറുൽ ഖുർആൻ എന്ന പദത്തോടുള്ള നീതി. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ സ്വർഗത്തിൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കാലച്ച കേട്ടു. ഇസ്രാഇന്റെ മിറാജിന്റെ രാത്രിയിൽ പ്രവാചകന്റെ മുമ്പിൽ ബിലാലിന്റെ കാലച്ച കേട്ടു. എന്തൊരു അത്ഭുതമാണ്! എന്നിട്ട് എന്താ ചോദിച്ചത്? അല്ല ബിലാൽ, നീ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ ബിലാൽ. എന്തേ? ഞാൻ സ്വർഗത്തിൽ കണ്ട് കാല് വെക്കുമ്പോ എന്റെ മുമ്പിൽ നിന്റെ കാലൊച്ച ഞാൻ കേട്ടു. എന്നെ പരാജയപ്പെടുത്തുമാറ് ഇത്ര പ്രതീക്ഷ നൽകുന്ന എന്ത് ഇബാദത്താണ് ബിലാൽ താങ്കൾ ചെയ്തത്? ആരാ ചോദിക്കണമെന്നറിയോ? ഇത് പഠിപ്പിക്കാൻ വന്നാളാ. എന്താ മറുപടി? പ്രവാചകരെ, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ഇബാദത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? നമസ്കാര. അതുകൊണ്ട് ഞാൻ ഒന്നോടുകൂടി മാത്രം നടക്കല്. എപ്പോഴും ഒന്നുണ്ടാക്കിയിട്ടാ നടക്കുക. എപ്പോ ഒന്നുണ്ടാക്കിയാലും 2 റക്അത്ത് നിസ്കരിക്കും. ഇങ്ങനെ നമസ്കാരത്തെ സ്നേഹിച്ച് ഒഴിവുള്ള ദിവസത്തിൽ പള്ളിയിൽ പോയി ഒന്നുവെടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ബിലാലിനെ പോലെ ആവാൻ സാധിച്ചോ സഹോദരങ്ങളെ? നമുക്ക് സൂര്യൻ വന്നു. കോടിക്കണക്കിന് സൂര്യന്മാരാ വരാമാണ് പരലോകത്ത്. അർശിന്റെ തണലിൽ കയറിക്കൂടാൻ 3 ചാൻസ് ഉണ്ടായിരുന്നു റമദാനിൽ. 3 ചാൻസ്. 7 വിഭാഗത്തെയാണ് അല്ലാഹു അർശിന്റെ തണലിലേക്ക് ചേർത്ത് വെക്കുക. നമുക്കറിയാലോ.
അതിൽ 3 വിഭാഗത്തിൽ കയറിക്കൂടാനുള്ള ചാൻസ് 29 ദിവസം ഉണ്ടായിരുന്നു. ഒന്ന്, ഒറ്റക്കിരുന്ന് അവനവന്റെ പാപോർത്ത് കരയുക. പാപം പുറത്ത് കിട്ടുന്നുള്ളത് മാത്രമല്ല, അള്ളാഹു അർശിന്റെ തന്നോ ചേർത്ത് വെക്കും. തയ്യാറായിട്ടുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ പരിശോധിക്കേണ്ടതാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദഖ കൊടുക്കുന്ന മാസമല്ലേ റമദാൻ? ഷഹ്റുൽ മുവാസാത്തല്ലേ, ഷഹ്റു സദഖയല്ലേ, ഷഹ്റു സക്കാത്തല്ലേ, സക്കാത്തുൽ ഫിത്റിന്റെ മാസമല്ലേ? അങ്ങനെ വലത് കൈ അറിയാതെ ഇടത് കൈ അറിയാതെ സദഖ കൊടുത്തിട്ട് ഈ അർശിന്റെ തണലിൽ കയറി കൂടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തിയവർ അർശിന്റെ താഴെ കിട്ടുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയുമായി ബന്ധപ്പെടേണ്ട മാസം അവസാനത്തെ 10. എങ്ങനെ അറിയാം? നിങ്ങളോട് ഈ പള്ളിയിൽ ഒറ്റ മനുഷ്യൻ ചെയ്യുന്നു. അവസാനത്തെ 10 അവനവന്റെ വീട്ടിൽ നിന്ന് കുടുംബത്തെ മാറ്റി, കിടക്ക മാറ്റി, AC മാറ്റി, പട്ടണം മാറ്റി അള്ളാന്റെ പള്ളിയിൽ പോയി ഒരു 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ തയ്യാറാവാത്ത എന്നോട് നിങ്ങളോടും റമദാൻ എങ്ങനെയാ പ്രതികാരം ചെയ്യാന്നുള്ളതേ മരിച്ചാണ്ട് ചെന്നാൽ അറിയാം. സാധിച്ചില്ലല്ലോ സഹോദരങ്ങളെ. കുടുംബസമേതം പോയി അവനവന്റെ മക്കളെയും ഭാര്യമാരെയും പള്ളിയുമായി ബന്ധപ്പെടുത്താൻ ഈ അവസാനത്തെ 10 പോലും സാധിച്ചിട്ടില്ല. ഇനി എവിടേക്കാ പോണതറിയോ? പിശാചിനെ തുറന്നു വിട്ടു, നരകത്തിന്റെ വാതിൽ തുറന്നു, സ്വർഗത്തിന്റെ കവാടം നമ്മളടക്കും. ഇന്ന് ളുഹറിന് എത്ര ആള് പള്ളി ഉണ്ടോ നോക്കണ്ടി. ഇന്നത്തെ ളുഹറിന് നോക്കിക്കൊള്ളി, സ്വർഗത്തിന്റെ വാതിൽ അടക്കും, നരകത്തിന്റെ വാതിൽ തുറന്നു. അവിടെ പിടിച്ചു നിൽക്കാനുള്ള ആത്മബലം ഈ മാസത്തിൽ നമ്മൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്താ വരാൻ പോണെന്നറിയോ? ഖുർആൻ പറഞ്ഞു, ലൗ യഅലമൂന മാ അഅലമു ലദഹക്തും ഖലീലൻ വലബകൈതും കസീറാ. നിങ്ങൾക്ക് മരണം മുതൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലദഹക്തും ഖലീലൻ വലബകൈതും കസീറാ, ധാരാളമായി നിങ്ങൾ കരയുകയും നിങ്ങൾക്ക് വല്ലാതെ ഒന്നും ചിരിക്കാനും സാധിക്കുമായിരുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒറ്റ വാക്ക് ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്താ പറഞ്ഞെന്നറിയോ? അൽ മൗതു അമാമുന, നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത് മരണമാണ്. തൊട്ട് മുമ്പിലുള്ളത് മരണമാണ്. യാതൊരു ഗ്യാരണ്ടിയും മനുഷ്യന്റെ ജീവിതത്തിലില്ല. നിങ്ങൾ നോക്കൂ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി 450 കിലോമീറ്റർ നടന്ന ക്ഷീണം കൊണ്ടേ അദ്ദേഹത്തിന് പനി പിടിച്ചു. ആരാ പരിചരിക്കാൻ വന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ മകൾ. കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണല്ലോ, വെള്ളം കൊടുക്കണല്ലോ, പരിചരിക്കണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോ മോളോട് പറയും, ആയിഷ കുല്ലും ലി ഇമ്മോ സബ്ബഹുൻ ലി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ഇപ്പൊ വന്നതിനറിയോ? ബാപ്പനെ നല്ലോണം നോക്കി പനിയൊന്നും കൂടാതെ ബാപ്പ കാലാകാലം കുറെ കാലം ജീവിക്കാതെ. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപസ്ഥമാണ് മോളെ മരണം. ബാപ്പ മോളോട് പറയൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നെഞ്ച് കാണാത്ത വിധം താടിയുള്ള മനുഷ്യനാ. 5 നേരം പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് മദീനയിലെ ശ്മശാനം. അവിടെ കിടക്കുന്ന മുൻഗാമിയുടെ കബറ് കണ്ട് അദ്ദേഹം കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ താടി പോലും നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം അങ്ങനെ ഇറ്റി വീഴുന്ന. പള്ളി കയറി തഹയ്യത്ത് നിസ്കരിച്ചോടത്തെ നമ്മളാരെങ്കിലും പോയി ഇരുന്നാലല്ലോ നമ്മളെ ചന്തി നനയും, അതിന് മാത്രം കരയും 5 നേരം. ആലോചിച്ചോ ഈ റമദാൻ ഖബറിനെ പറ്റി? ചോദിച്ചു സ്വഹാബികൾ, താങ്കൾ നരകത്തെ പറ്റി പറഞ്ഞ അങ്ങനെ കരയില്ലല്ലോ, നരകത്തിന്റെ ശിക്ഷയെ പറ്റി കേട്ട കരയില്ലല്ലോ, ഇത് ഖബറിനെ കേട്ട ഇത്രയധികം കരയാൻ കാരണം? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. പരലോകത്തേക്കുള്ള യാത്രയിൽ കടന്നു പോകേണ്ട ആദ്യത്തെ കടമ്പയാണ് ഖബർ. അവിടെ ഇടുങ്ങിയാൽ പിന്നുള്ളതൊക്കെ എടുക്കാൻ. അൽ മൗതു അമാമുന വൽ ഖബറു വറാഉന, നമ്മുടെ തൊട്ട് പിന്നിലുള്ളത് ഖബറാണ്. വൽ ഖിയാമത്തു മൗഇദുന, പരലോകത്തെ നൃത്തമാണ് നമ്മെ കാത്തു നിൽക്കുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി, ഭരണപരമായ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം കണ്ണുനീരണിയിക്കുന്നതാണ്. ആവശ്യമായ വസ്ത്രം ധരിക്കാനില്ലാത്തതുകൊണ്ടേ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ചുമരിങ്ങനെ മറഞ്ഞു നിന്നിട്ടാ സംസാരിച്ചത്. വേണ്ടത്ര നഗ്നത മറക്കാനുള്ള തുണിയില്ല. അദ്ദേഹം പറഞ്ഞു, യാ ഉമറൽ ഖൈരി ജുസിതൽ ജന്ന ഉക്സുബു നയ്യാതി വ ഉമ്മഹുന്ന അഖ്സംതു ബില്ലാഹി ലതഫഅലന്ന. യാ ഉമർ, അല്ലേ ഉമർ, അൽ ഖൈർ, നല്ലവനായ ഉമർ, അൽ ജുസീതൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ,
താങ്കൾ എന്റെയും എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ധരിക്കാൻ വസ്ത്രമല്ല പറയാം, അത് നീ തരണം. എനിക്കില്ലാത്ത വിവരം നീ അറിഞ്ഞിട്ടുണ്ടാവൂല, അതുകൊണ്ടായിരിക്കും നീ തരാഞ്ഞത്. അതുകൊണ്ട് ആ വിവരം പറഞ്ഞിട്ട് തുണി കുപ്പായും വാങ്ങി പോവാനാ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഉമറല്ലാഹുവിനു എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിൽ നിന്നൊന്ന് അപ്പോഴാണല്ലോ ഈ ഇടങ്ങറ്. അപ്പൊ അദ്ദേഹം ഒരു അസ്വസ്ഥതായി ചോദിച്ചു, ഞാൻ തന്നില്ല എന്താക്കുന്നു ചോദിച്ചു. ഞാൻ തന്നില്ല എന്താക്കും? അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് പഴയ ഉമറിനെയാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ളേ. അതുകൊണ്ട് ഒരു കച്ചർക്കും തിന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ കാണുപോകും, ഒരു കച്ചർക്കും ഞാനല്ല, പിടിച്ചു വാങ്ങാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പൊ ഉമറല്ലാഹു ചോദിച്ചു, പോയാ എനിക്കെന്താ? നീയാണ്ട് വാങ്ങാണ്ട് പോയി നിൽക്കുക, എനിക്കെന്താ? ആ ചോദിച്ചപ്പോ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു. ഒരു ഭാഗം നരകത്തിലേക്കും മറുഭാഗം സ്വർഗത്തിലേക്കുമായി വിഭജിക്കപ്പെടുമ്പോ ദുനിയാവിൽ നിന്റെ നാട്ടിൽ ജീവിച്ച ഒരു പ്രജ എന്ന നിലക്ക് എന്റെ അടിസ്ഥാന ആവശ്യമായ വസ്ത്രം താങ്കൾ എനിക്ക് നിഷേധിച്ചാൽ അതിനെതിരിൽ ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ കേസ് കൊടുക്കും. ഉമർ, ഇന്ന് നിഷേധിക്കപ്പെട്ടത് വസ്ത്രമാണെങ്കിൽ, തുണിയാണെങ്കിൽ, കുപ്പായമാണെങ്കിൽ അതിന് പകരം നീ ചെയ്ത അമല് ഞാൻ പിടിച്ചു വാങ്ങും എന്ന് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദീർഘമായി കരഞ്ഞുപോയി. തനിക്കാകെ ഉണ്ടായിരുന്ന ആ വസ്ത്രം അഴിച്ചിട്ടാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ പാട്ട് കേട്ടിട്ടല്ലടോ എങ്ങാനും പരലോകത്തെത്തിയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് അള്ളാഹു എനിക്കെതിരെ നരകം വിധിച്ചാൽ അപ്പീലില്ല. അതുകൊണ്ട് അടുത്ത ബാങ്ക് കൊടുത്താല് ഇമാമത്തിക്കുമ്പോ ഞാൻ ഏത് കുപ്പായാണ് ഇടാന്ന് പോലും ആലോചിക്കാതെ ഉമറുൽ ഫാറൂഖ് തന്റെ ഏക ഡ്രസ് അഴിച്ച പാവപ്പെട്ടവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ളൊരു പരലോകബോധം, വിചാരണ ഭയം നമ്മുടെ രഹസ്യ ജീവിതത്തെ, നമ്മുടെ പരസ്യ ജീവിതത്തെ, നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കൈകാലുകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ സാമ്പത്തിക രംഗത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ, സാമൂഹിക തലത്തെ, രാവിനെ പകലിനെ, അങ്ങാടിയെ, അടുക്കളയെ, സ്വന്തം നാട്ടിനെ, വിദേശത്തെ ശുദ്ധമാക്കാൻ സാധിച്ചോ പരിശോധിക്കേണ്ടതുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിചാരണ എന്ന സാധനമില്ല. അദ്ദേഹമാണ് ഇത്രയും വിചാരണയെ ഭയപ്പെട്ടതെങ്കിൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയാണ്, വൽ ഖിയാമത്തു മൗഇദുനാ, പരലോകത്തെ നൃത്തമാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്നു. 10 കാര്യം നേടണം റമദാൻ കൊണ്ട്. 10 കാര്യം നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവണം. ഒന്ന്, ഈമാൻ കിട്ടി മരിക്കണം. വെന്റിലേറ്ററിൽ മരിക്കാൻ പൈസ ഉണ്ടായാൽ മതി, ICUയിൽ കിടക്കാൻ പൈസ ഉണ്ടായാൽ മതി, ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ കിടക്കാൻ പൈസ ഉണ്ടായാൽ മതി, അമേരിക്കയിൽ പോകാൻ പണം ഉണ്ടായാൽ മതി. ചോദിക്കട്ടെ, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ സഹോദരന്മാരെ എവിടെയാണ് പണം കൊടുക്കേണ്ടത്? അള്ളാഹു തരണം. വാങ്ങി വെക്കേണ്ട അവസ്ഥ കഴിഞ്ഞത് എങ്ങനെ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് 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 അള്ളാഹ്ക്ക് നമ്മളോടൊരു ഇഷ്ടം വരണം. ആ ഇഷ്ടം വന്നാലേ മലക്കരോടല്ല പറയും, ഇയാളെ ഞാൻ സ്നേഹിക്കുന്ന ആളാട്ടോ, പരിഗണിക്കണം. മലക്കരോടെ പറയാ, ആ കൂട്ടത്തിൽ വിട്ട മലക്ക ആത്മാവിനെ പിടിക്കാൻ വരിക, ആ കൂട്ടത്തിലെ മലക്ക ഖബറിൽ ചോദ്യം ചെയ്യാൻ വരിക. അവർക്കൊക്കെ അറിയാം അത് അള്ളാഹ് ആദരിക്കുന്ന ആളാണ്. പ്രയാസപ്പെടുത്തൂല. ഒരു മനുഷ്യൻ ഏറ്റവും ഒറ്റപ്പെടുന്നത് മരണസമയത്താണ്. നമ്മൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല സഹോദരന്മാരെ. എന്റെ മക്കളെടുത്ത് ലക്ഷക്കണക്കിന് റുപ്യുണ്ട്, എന്റെ അക്കൗണ്ടിലുണ്ട് പൈസ, പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് മുടക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പണം കൊണ്ട് എന്താ കാര്യം? എനിക്കൊന്ന് ചെരിഞ്ഞു കിടക്കണം, ഒന്ന് എഴുന്നേറ്റിരിക്കണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയാനോ താളം കാണിക്കാനോ കഴിയാത്ത സന്ദർഭമാണെങ്കിൽ സഹോദരങ്ങളെ, എന്റെ മരണക്കിടക്ക് ചുറ്റും ആയിരക്കണക്കിന് ആള് കണ്ണിൽ എണ്ണ വെച്ച് കാത്തുനിട്ട് എനിക്കെന്താ കാര്യം? എന്റെ കണ്ണിൽ നിന്ന് ഒലിച്ചു വരുന്ന കണ്ണുനീർ എന്റെ കൈ കൊണ്ട് തുടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കൈ കൊണ്ട് എന്താ കാര്യം? അള്ളാഹു വരും സഹോദരന്മാരെ, അള്ളാഹു വരും. അള്ളാഹ് ഇഷ്ടപ്പെടണം, അത് വാങ്ങി വെക്കേണ്ട ദിവസം കഴിഞ്ഞു പോയത്. 2, ഖബറിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഖബർ വിശാലമാവണം. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടണം. ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ അള്ളാഹുവിന്റെ സഹായം കിട്ടണം. പരലോകത്ത് അർശിന്റെ തണൽ കിട്ടണം. വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കണം. എളുപ്പത്തിലുള്ള വിചാരണ കിട്ടണം. ഹൗദുൽ കൗസർ ഒന്ന് കുടിക്കാൻ കിട്ടണം. സിറാത്തിലൂടെ ഇടിമിന്ന വേഗത്തിൽ പോകണം. സ്വർഗം കിട്ടണം, നരകമോചനം കിട്ടണം. 10. ഈ 10ൽ ഏതാ മാറ്റി വെക്കാൻ പറ്റിയത്? ഏതെങ്കിലും ഒന്ന്. അത് കിട്ടിയില്ല എന്താർക്കടില്ല, പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇത് നേടിയെടുക്കേണ്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. എത്രത്തോളം നേടി എന്ന് പരിശോധിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ യുവത്വം അള്ളാഹു ചോദ്യം ചെയ്യും. നിങ്ങളുടെ യുവത്വം അമാനത്താണ്.
അത് ദീനിനും സമുദായത്തിനും കുടുംബത്തിനും ഉപകാരപ്രദമായ വഴിയിലൂടെ പോണം. ലഹരിയുടെ മാസ്മരിക വലയത്തിലാണ് യുവത്വമുള്ളത്. യുവതികളെ, മാതാപിതാക്കളെ അനുസരിക്കണം. വിവാഹം വേണ്ട എന്ന് പറയുന്നവർ, കുടുംബത്തിലെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നവർ, ആൺകുട്ടികളെ പോലും ഭയപ്പെടുന്ന രൂപത്തിൽ പ്രതികരിക്കുന്നവർ അള്ളാഹനെ ഭയപ്പെടണം. രക്ഷിതാക്കളെ, നിങ്ങളുടെ കുടുംബം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ ധാർമ്മിക വളർച്ച നിങ്ങളുടെ കൈകളിലാണ്. അൽ ഉമ്മ മദ്രസത്തുൻ, അള്ളാഹു പരലോകത്ത് ചോദ്യം ചെയ്യും. മതപണ്ഡിതന്മാർ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാന ആദർശം വെച്ച് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം, ഭിന്നിപ്പിക്കരുത്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. നാട്ടിന്റെ നേതാക്കന്മാർ നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനൊക്കെയുള്ള സാഹചര്യമായി, ട്രെയിനിങ് ആയി, പരിശീലനമായി ഈ റമദാൻ മാറണം. സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കണം. ലോകാടിസ്ഥാനത്തിൽ നമ്മൾ സന്തുഷ്ടരല്ല. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഈദ്ഗാഹിൽ പോലും എപ്പോഴാണ് ബോംബ് വന്ന് വീഴുക എന്ന ഭയപ്പാടോടെ നിൽക്കുമ്പോ ആഘോഷത്തിനടക്കും അവരെ പറ്റി ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഇന്ത്യയിലും ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലല്ല നമ്മളുള്ളത്. ഇന്ത്യയിലെ ഫാഷിസം അതിന്റെ എല്ലാ ഫണങ്ങളും പുറത്തേക്ക് വിടട്ടെ. ഒരു സിനിമക്ക് പോലും ചാൻസ് ഇല്ലാത്ത വിധം ഫാഷിസം രാജ്യത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് അടുപ്പിച്ച്, അള്ളാന്റെ സഹായമല്ലാതെ ഒരു പ്രതീക്ഷ നമുക്കില്ല. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. വിശ്വാസികളെ, നമ്മൾ വിശ്വാസികളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, സംഘടനാപരമായ അഭ്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ നമ്മൾ വിശ്വാസികളാണ്. ഒരു മഹല്ലിലെ, ഒരു സഫിലെ, ഒരു പള്ളിയിലെ, ഒരു ഖുത്ബയിലെ, ഒരു ഖതീബിന്റെ, ഒരു ഇമാമിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. ആ ഒരു മാനസിക ഐക്യം നിലനിർത്തിയേ പറ്റൂ. അതിനെ തകർത്തുന്ന ഒരു വിധ്വംസക എന്തെങ്കിലും വിഭാഗീയതയും നമ്മുടെ നാവിലോ പ്രവർത്തനത്തിലോ ഉണ്ടായിക്കൂടാ. ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർ എല്ലാവരും ഇസ്ലാഹി പ്രവർത്തകന്മാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരും ഈ പള്ളിയെ മാറോടണക്കണം, സഹായിക്കണം, സേവിക്കണം, ഉപയോഗപ്പെടുത്തണം, പരിപാലിക്കണം. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആഘോഷം പരിധി വിട്ടൊരാഘോഷം പാടില്ല. ഇസ്ലാമിൽ ആഘോഷത്തിനും ആരാധനയുടെ പരിവേഷമാണുള്ളത്. കുടുംബബന്ധം ചേർക്കുക, അനുവദനീയമായ ആഘോഷങ്ങളെല്ലാം ആവാം. ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ബന്ധുവീടുകൾ സന്ദർശിക്കാം. അങ്ങനെ അനുവദനീയമായ രൂപത്തിൽ ഈ ദിവസത്തെ ചെലവഴിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ ഈദ്ഗാഹിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ വിശ്വാസികളായി, യഥാർത്ഥ നോമ്പുകാരായി, യഥാർത്ഥ ഖുർആൻ പാരായകരായി, പഠിതാക്കളായി ഞങ്ങളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഉസ്താദുമാര്, ഗുരുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗങ്ങൾ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ആദ് സമൂഹത്തെ നശിപ്പിച്ചതുപോലെ, സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ, ഖാറൂനെ നശിപ്പിച്ചതുപോലെ, ഫിർഔനെ നശിപ്പിച്ചതുപോലെ നിന്നോട് വെല്ലുവിളിച്ച മുഴുവൻ ധിക്കാരികളെയും പിൻഗാമികൾക്ക് ഗുണപാഠമായി നശിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളെ സയനിസത്തെ അല്ലാഹുവേ നശിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെ പേരിൽ ഒരു ബോംബ് പോലും വർഷിക്കാത്തതും അവർക്ക് സംരക്ഷണം നൽകണേ തമ്പുരാനെ. അവർക്ക് നീ വസ്ത്രം നൽകണേ തമ്പുരാനെ, ഭക്ഷണം നൽകണേ തമ്പുരാനെ, അഭയം നൽകണേ തമ്പുരാനെ, സമാധാനം നൽകണേ തമ്പുരാനെ, സാഹോദര്യം നൽകണേ തമ്പുരാനെ, സന്തോഷം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ ഞങ്ങളുടെ സ്ഥാനം കണ്ട് സന്തോഷത്തോടെ, റാഹത്തോടെ, പ്രതീക്ഷയോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണം മുതൽ ലോകാവസാനം വരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കണക്കാക്കി 6 അടി മണ്ണ് കണ്ണെത്താ ദൂരം നീ വിശാലമാക്കി തരണേ തമ്പുരാനെ. ആ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു തരണേ തമ്പുരാനെ. ഖബറിൽ മനുഷ്യർ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ അറിവും കഴിവും തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാളെ പരലോകത്ത് അർശിന്റെ തണലോട് നീ ചേർത്ത് വിളിക്കുന്ന 7 വിഭാഗത്തിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വലത് കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഏറ്റവും എളുപ്പത്തിലുള്ള വിചാരണ തന്ന് സാധുക്കളായി ഞങ്ങൾ നീ സഹായിക്കണേ തമ്പുരാനെ. നിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സിറാത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. കഠിന കഠോരമായ നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹു
ഞങ്ങളെ കാക്കണേ റഹ്മാനെ. സ്വർഗ്ഗം നൽകി ഞങ്ങളെ കുടുംബസമേതം നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.